നമസ്കാരം. എൻ്റെ പേര് ഗീതാകുമാരി എ എന്നാണ്. ഞാൻ ആദ്യത്തെ ആറ്റുകാലമ്മയുടെ പ്രഥമ വനിതാ ചെയർമാനായിട്ട് ചാർജ് എടുത്തത് കഴിഞ്ഞ മെയ് മാസം 26-ാം തീയതിയാണ്. അത് അമ്മയുടെ ഒരു ഭയങ്കര നിയോഗമായിട്ടും അത് അനുഗ്രഹവും കൃപാകടാക്ഷവുമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഇതിനെല്ലാം ഉപരി എൻ്റെ പേരൻസിൻ്റെ ആ ഒരു നന്മയും അമ്മയുടെ കടാക്ഷവും കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സീറ്റിൽ ഇരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചത്. അതിൽ അമ്മയുടെ അടുത്ത് എത്രമാത്രം അമ്മയെ സേവിക്കാൻ കിട്ടിയ ഈ ഒരു അവസരം വളരെ സന്തോഷത്തോടെയും ഭക്തിപുരസ്സരമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ പേര് ജയലക്ഷ്മി. ഞാൻ ഈ 2023 ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ ജനറൽ കൺവീനറാണ്. നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ്. 2023 പൊങ്കാല മഹോത്സവം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഇപ്രാവശ്യം പൊങ്കാലയും കുത്തിയോട്ടവും കഴിഞ്ഞ 2 വർഷവും ക്ഷേത്ര ആചാരം മാത്രമായിട്ടാണ് നടത്തിയിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം പൊങ്കാല പൂർവാധികം ഭംഗിയായി അതിന് 2 വർഷത്തിന് മുന്നേ കോവിഡ് കാലത്തിന് മുന്നിലുള്ള പോലെ തന്നെ നടത്താനാണ് ട്രസ്റ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി സർക്കാരിൻ്റെ എല്ലാം പൂർണ്ണ സഹകരണവും ഉറപ്പും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മന്ത്രിതലത്തിൽ പല ഘട്ടങ്ങളിലായി അവലോകന യോഗങ്ങൾ നടത്തി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ടുള്ള അവലോകനം അവരുടെ നേതൃത്വത്തിലും നടത്തിയിട്ടുണ്ട്. കളക്ടറുടെ തലത്തിലും മേയറുടെ തലത്തിലും അവലോകന യോഗങ്ങൾ നടന്നിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാ ഒരുക്കങ്ങളും ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ ഒരുക്കങ്ങളും 90% വരെ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഭക്തജനങ്ങളുടെ ദർശനത്തിനായി ബാരിക്കേഡുകൾ നിർമ്മിച്ച് ക്യൂ സമ്പ്രദായത്തിൽ അകത്ത് പ്രവേശിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ ഈ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ക്യൂവിൽ നിൽക്കുമ്പോൾ ക്ഷീണം ഒക്കെ തോന്നുവാണെങ്കിൽ കുടിവെള്ള വിതരണവും അവർക്ക് ക്ഷേത്രത്തിൻ്റെ വകയായിട്ടുള്ള അന്നദാനം എന്നിവ ഒരുക്കുന്നുണ്ട്. പിന്നെ മുൻ വർഷങ്ങളിൽ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ബാലന്മാരെയാണ് കുത്തിയോട്ടത്തിന് നിർത്തിയിരുന്നത്. എന്നാൽ കോവിഡ് നിയന്ത്രണങ്ങൾ കുറച്ചൊക്കെ പാലിക്കണം എന്നുള്ളത് കൊണ്ട് ഇപ്രാവശ്യം 10 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കുള്ള ബാലന്മാരെയാണ് രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചത്. അതിൽ പോലും 743 കുത്തിയോട്ടം രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. 6 വയസ്സുള്ള മുതലുള്ള രജിസ്ട്രേഷൻ തുടങ്ങിയിരുന്നെങ്കിൽ അഭൂതപൂർവമായ ഒരു നമ്പർ ഉണ്ടാവും എന്നുള്ള ഇത്. അപ്പോൾ അതിന് അത്രയുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ടുള്ള സാധിക്കാതെ വന്നാലോ എന്നുള്ള ശങ്കയുള്ളത് കൊണ്ടാണ് നമ്മൾ എണ്ണത്തിൽ നമുക്ക് ദേവിയുടെ ഇതനുസരിച്ച് നിയന്ത്രണം പാലിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രായത്തിൽ നിയന്ത്രണം പാലിച്ചുകൊണ്ട് 10 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കുള്ള ബാലന്മാരെ നിർത്തിയിരിക്കുന്നത്. അവർ ഈ 3-ാം ഉത്സവ ദിവസം തൊട്ടാണ് അമ്പലത്തിൽ വന്ന് നിൽക്കേണ്ടത്. 7 ദിവസം അമ്പലത്തിലുണ്ടാവും. 7 ദിവസവും ക്ഷേത്രത്തിൽ തന്നെയായിരിക്കണം അവരുടെ താമസം. അവർക്ക് അവരുടെ ആരോഗ്യ പരിപാലനത്തിനൊക്കെയായി മെഡിക്കൽ ടീമിനെ പ്രത്യേകം നിയോഗിച്ചിട്ടുണ്ട്. അവരെ കുത്തിയോട്ട കുട്ടികളെ നോക്കുന്നതിനായി പ്രത്യേകം പരിചാരകരെയും നിയമിച്ചിട്ടുണ്ട്. ഈ 9-ാം ഉത്സവം ദേവി പൊങ്കാല കഴിഞ്ഞ് ദേവി രാത്രി പുറത്തെഴുന്നള്ളുന്ന സമയത്ത് ഈ ബാലന്മാർ ദേവിയുടെ ഭടന്മാരെന്നാണ് സങ്കല്പിക്കുന്നത്. അവരെ ചമയിച്ച് അണിയിച്ചൊരുക്കി ദേവിയുടെ നടയിൽ ചൂരൽ കുത്തി ദേവിയോടൊപ്പം പുറത്തെഴുന്നള്ളിപ്പിന് അകമ്പടി സേവിക്കും. തിരിച്ച് പിറ്റേ ദിവസം ദേവി അകത്തെഴുന്നള്ളി കഴിയുമ്പോൾ ഈ ചൂരൽ അഴിച്ചിട്ട് അവർക്ക് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിന് ഉത്സവത്തിൻ്റെ പൊങ്കാലയുടെ നടത്തിപ്പുമായിട്ട് ഗ്രീൻ പ്രോട്ടോക്കോൾ കർശനമായി പാലിച്ചുകൊണ്ടും ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ എല്ലാം പൂർണ്ണമായും അനുസരിച്ചുകൊണ്ടുമായിരിക്കും പൊങ്കാല നടത്തിപ്പിന് ക്ഷേത്ര ട്രസ്റ്റ് തയ്യാറാകുന്നത്. മന്ത്രിതല അവലോകന യോഗങ്ങളിൽ
സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, കോർപ്പറേഷൻ, പോലീസ്, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ എല്ലാ വകുപ്പുകളും, ഇലക്ട്രിസിറ്റി ബോർഡ്, വാട്ടർ അതോറിറ്റി, എല്ലാ വകുപ്പുകളും പങ്കെടുത്തിരുന്നു. അപ്പോൾ അതനുസരിച്ച് പോലീസ് എല്ലാ സന്നാഹങ്ങളും എല്ലാ ഒരുക്കങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നുമാണ് നമുക്ക് മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച് 40% ക്രൗഡ് ഉണ്ടാവും എന്നുള്ളൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ നമ്മൾ ആറ്റുകാൽ അമ്പലം ട്രസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം പോലീസും അതുമായിട്ട് പൂർണ്ണമായും സഹകരിച്ച് നൽകുന്നതാണെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരു പ്രത്യേകം ACPയെ തന്നെ അവർ നിയോഗിച്ചിട്ടുണ്ട്. KSRTCയുടെ ഭാഗത്ത് മുൻ വർഷങ്ങളിലെ പോലെ തന്നെ എല്ലാ ഡിപ്പോകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് ബസ് സർവീസ് ഉണ്ടായിരിക്കുന്നതാണെന്നാണ് KSRTC അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിനു വേണ്ടുന്ന പാർക്കിംഗ് സൗകര്യവും ബസ്സിൽ ആൾക്കാർക്ക് ഇറങ്ങാനും തിരിച്ചു കയറാനുമുള്ള, ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകാനുമുള്ള എല്ലാ സൗകര്യങ്ങളും അവർ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന് എല്ലാ സഹകരണവും ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതുമാണ്. വിളക്കുകെട്ടുകൾ ഉത്സവം തുടങ്ങി 1ാം ഉത്സവം തൊട്ട് 8ാം ഉത്സവം വരെ ക്ഷേത്ര കോമ്പൗണ്ടിൽ കളിക്കാൻ സമ്മതിക്കുന്നതാണ്. രാത്രി 12 മണിക്കുള്ളിൽ ക്ഷേത്ര കോമ്പൗണ്ടിൽ അവർ എത്തുകയും 1 മണി വരെ ക്ഷേത്രത്തിനകത്ത് കളിക്കാനായിട്ടുള്ള അവസരം വിളക്കുകെട്ടുകൾക്ക് നൽകുന്നതാണ്. താലപ്പൊലി 9ാം ഉത്സവ ദിവസം മാത്രമാണ് താലപ്പൊലി ഉള്ളത്. ബാലികമാർക്ക് 11 വയസ്സിന് താഴെയുള്ള ബാലികമാർക്ക് ഇപ്പോൾ ഈ ജനത്തിരക്ക് പരിഗണിച്ച് രാവിലെ തന്നെ പൊങ്കാലയ്ക്ക് മുന്നേ തന്നെ താലപ്പൊലിക്ക് ഉള്ള സൗകര്യമുണ്ട്. അതിന് ടിക്കറ്റ് നേരത്തെ മുൻകൂറായിട്ട് എടുക്കാവുന്നതാണ്. താലപ്പൊലിക്കാർക്ക് പ്രത്യേകം ക്യൂവും സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് പൊങ്കാല ദിവസം. ഈ ഉത്സവം തുടങ്ങുന്ന തോറ്റമ്പാട്ടോടുകൂടി തുടങ്ങി കാപ്പുകെട്ട് അതിനെ അടിസ്ഥാനമാക്കിയാണ് കാപ്പുകെട്ട് നടത്തുന്നത്. തിരിച്ച് അത് എല്ലാ ദിവസവും പല ഭാഗങ്ങളായിട്ട് പാടി കാപ്പഴിക്കുന്നതുവരെയും തോറ്റമ്പാട്ട് ഉണ്ടാവും. അത് പ്രത്യേക സമയങ്ങളിലായിരിക്കും തോറ്റമ്പാട്ട് നടത്തുന്നത്. ആറ്റുകാൽ അമ്മയുടെ ഈ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഈ ഒരു നിയോഗത്തോടുകൂടി പ്രവർത്തിക്കാനും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുമയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഭക്തരുടെ മനസ്സിൻ്റെ നൈർമല്യവും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുമയോടുകൂടിയുള്ള മുന്നോട്ടുള്ള പോക്കും സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്